അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ജീവിതത്തിൽ മുച്ചൂടും കൊണ്ടു നടക്കുന്നതിൽ ബദ്ധശ്രദ്ധരായ വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അൽഹംദുലില്ലാഹ്, കേരളത്തിനപ്പുറം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പരന്നുകിടക്കുകയാണ് ആ വിദ്യാർത്ഥി വ്യൂഹം. SSFന്റെ മുഖപത്രമായ റിസാല കേവലം ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളുടെ വായനകളല്ല, സമകാലികവും സാമൂഹിക സ്പർശിയുമായ ഒട്ടേറെ വിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന താളുകളാണ് റിസാലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആരംഭം കുറിക്കുന്നത് ആ പ്രസിദ്ധീകരണത്തിന്റെ ആമുഖ വായനകളാണ്. വായനകൾ മരിക്കുന്ന ഇക്കാലത്ത് പ്രസ്ഥാന പ്രസിദ്ധീകരണത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം കേവലം ഇസ്ലാമിക പ്രസിദ്ധീകരണം എന്നതിലപ്പുറം സമൂഹത്തെ വിളിച്ചുണർത്തുന്ന, തട്ടി ഉണർത്തുന്ന ഒട്ടേറെ വിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രസിദ്ധീകരണം എന്ന് വായനക്കാരെ അറിയിക്കുക കൂടിയാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ഈ വായന ആരംഭിക്കുകയാണ്. ലക്കം 1615. കേരളം കണി കണ്ടുണരേണ്ടത് ഇതല്ല. വയലന്റാകുന്ന കേരളത്തെ ചൊല്ലിയുള്ള ആധികൾ ഒഴിയുന്നില്ല. അതിനാൽ നിരന്തരം നമുക്ക് സംസ്ഥാനത്തിന്റെ സാമൂഹിക ശരീരത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷതങ്ങളെ സംബന്ധിച്ചും അതുണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. വിഷയാനന്തര കാലത്തിന്റെ സവിശേഷത എന്തെന്നാൽ, ഒരു കാര്യം സംഭവിക്കുകയും അതിനെ സംബന്ധിച്ച് പഠിക്കാനോ പരിഹാരം ആവിഷ്കരിക്കാനോ സാധിക്കുന്നതിനു മുൻപ് അടുത്ത വിഷയം ഉടലെടുത്തിട്ടുണ്ടാകും എന്നതാണ്. ഉടനെ എല്ലാവരും പുതിയ വിഷയത്തിലേക്ക് എടുത്തു ചാടും. ഈ നൈരന്തര്യം തുടർന്നുകൊണ്ടിരിക്കും. ഫലത്തിൽ സംഭവിക്കുന്നത് ഗൗരവമുള്ള ഏത് പ്രശ്നവും ഉപരിതല സ്പർശിയായ അപഗ്രഥനത്തിനും ആലോചനകൾക്കും മാത്രം വിധേയമായി പ്രൊഡക്റ്റീവായ യാതൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടാതെ ഒതുങ്ങുന്നുവെന്നതാണ്. നമ്മുടെ നാട് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വയലൻസും ഡ്രഗ്സും മൂലമുള്ള കെടുതികളും അതിനെ തുടർന്നുള്ള ചർച്ചകളും താൽക്കാലിക ചലനമുണ്ടാക്കി കെട്ടടങ്ങേണ്ടതല്ല. പരിഹാരം ആകും വരെയും തുടരേണ്ട സമരമായി തീരേണ്ടവയാണ്. ചീറ്റിത്തെറിക്കുന്ന ചോരയും അടിയും ഇടിയും ലഹരിയും കൊലയുമെല്ലാം കണി കണ്ടുണരേണ്ട ഗതികേടിലേക്ക് കേരളം ചെന്നു പതിക്കുമ്പോൾ നിസ്സംഗതയും നിസ്സഹായതയും ആവരണമാക്കുകയല്ല, ചെറുത്തുനിൽപ്പിനുള്ള പരിഹാരം നിർമ്മിക്കാനുള്ള ആർജവം കാണിക്കുകയാണ് ഉത്തരവാദിത്വമുള്ള സമൂഹവും സർക്കാരും ചെയ്യേണ്ടത്. ബോധവൽക്കരണം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളല്ല ചുറ്റിലുമുള്ളത്. നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും ഉണർന്നിരുന്നു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സന്ദർഭമാണിത്. ലഹരിയുടെ ലഭ്യത കൂടുമ്പോഴാണ് ഉപയോഗം വർദ്ധിക്കുന്നത്. ഉപഭോഗം കുറയണമെങ്കിൽ ഉണ്ടാക്കുന്നത് തടയണം. വൻ സ്രാവുകളിലേക്ക് പോകാതെ പരൽ മീനുകളെ മാത്രം പിടിച്ചതുകൊണ്ട് അതിന് പരിഹാരമാകില്ല. വേരുകൾ തന്നെ പിഴുതെറിയണം, കണ്ണികൾ മുറിക്കണം. ലഹരിയോ ലഹരി മാഫിയയോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന ചോദ്യമുയരുന്നുണ്ട്. രാഷ്ട്രീയ പിന്തുണയിലാണ് ലഹരിയുടെ അധോലോകം വികസിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. കടലാസിൽ ഉറങ്ങാനുള്ളതല്ല ഒരു നിയമവും, കാര്യക്ഷമമായി നടപ്പിലാക്കപ്പെടാനുള്ളതാണ്. ചില്ലറ വിതരണക്കാരെ മാത്രമല്ല, യഥാർത്ഥ സ്രോതസ്സുകളെ തന്നെ കണ്ടെത്തി നിഷ്കാസനം ചെയ്യണം. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ചോദ്യമുന ഉയരുന്നത്
ഇവിടെയുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾക്കു നേരെയാണ്. അധികാരികൾ അത് കാണാതെ പോകരുത്. ലഹരിയെ പ്രധാന വിഷയമാക്കിയാണ് ഈ ലക്കം പുറത്തിറങ്ങുന്നത്. നിരന്തരം ഒച്ച വെക്കുമ്പോഴാണ് ഉണർച്ച ഉണ്ടാകുന്നത്, മാറ്റങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.